അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദ്നാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദ്നാ മുഹമ്മദ്. നമുക്ക് നല്ല ഒരു ജോലി വേണം, നല്ല ഒരു ജോലി വേണം, നല്ല ഒരു ഇണയെ വേണം. ഒരുപാട് ആളുകൾ പറയാറുണ്ട്, നല്ല ജോലി വേണം, നല്ല ഇണയെ വേണം, അതിനുവേണ്ടി ദുആ ചെയ്യണം. നിങ്ങൾക്ക് നല്ല ജോലി വേണം, നല്ല ജോലി, നല്ല ഇണയെ വേണം, സ്വാലിഹത്തായ ഇണയെ വേണം. നിങ്ങൾക്കൊരു പരിഹാരമുണ്ട്. ആത്മീയമായ പരിഹാര മാർഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നോക്കി, നിങ്ങൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഫറോവയുടെ ശത്രുത സഹിക്കാൻ വഴിയാതെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ യാത്രയിൽ വല്ലാതെ ക്ഷീണിച്ച് ഒരു മരച്ചുവട്ടിലിരിക്കുന്നു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം വല്ലാത്ത ക്ഷീണിതനാണ്. മൂസാ നബി അലൈഹിസ്സലാമിന് ഒരു ജോലി വേണം, നല്ല ഒരു ഇണയെ വേണം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ഒരു ദുആ ചെയ്തു. ആ ദുആ ചെയ്തത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ ദുആ ചെയ്തതോടുകൂടി മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന് യോജിച്ച ഒരു ഇണയെ കിട്ടി, സ്വാലിഹത്തായ ഒരു ഇണയെ കിട്ടി. മാത്രമല്ല, നല്ല ജോലിയും കിട്ടി. ഈ ദുആ നമ്മളും ജീവിതത്തിൽ പകർത്തിയാൽ, ചില സമയങ്ങളിൽ ഇത് കൃത്യമായി ചില എണ്ണം ഇൻഷാ അല്ലാഹ് നമ്മൾ ജീവിതത്തിൽ പകർത്താൻ തയ്യാറായാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല ജോലി കിട്ടാൻ ഇത് വലിയൊരു കാരണമാകും. ഏതാണ് ആ ദുആ എന്ന് നിങ്ങളൊന്ന് കേൾക്കൂ. ഏതാണ് ആ ആയത്ത്? ആ ആയത്ത് ഇതാണ്, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ എന്ന ഈ ആയത്ത്, സൂറത്തുൽ ഖസസിലെ ഈ ആയത്ത് നിങ്ങൾ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ കഴിയും നിങ്ങൾക്കൊക്കെ. ഇതെടുത്ത് വെച്ച് നിങ്ങൾ ഇത് എല്ലാ സമയങ്ങളിലും നിങ്ങൾ ഇത് ഓതണം. എപ്പോഴാണ് ഇത് പാരായണം ചെയ്യേണ്ടത്? 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും എത്ര തവണയാണോ നിങ്ങളെ കൊണ്ട് ചൊല്ലാൻ കഴിയുന്നത്, 1, 2, 3, 10, 100, 1000 എത്ര തവണ ചൊല്ലാൻ കഴിയുമോ അത്രയും നേട്ടം നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ മറ്റു സമയങ്ങൾ, നിസ്കാരങ്ങൾക്ക് ശേഷം മാത്രമല്ല, മറ്റു സമയങ്ങളിലൊക്കെ നമ്മൾ ഇത് ജീവിതത്തിൽ കൊണ്ടുവരാൻ പരമാവധി പരിശ്രമിച്ചാൽ വലിയ നേട്ടങ്ങൾ നമുക്കുണ്ടാകും, വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. നല്ല സ്വാലിഹത്തായ ഇണയെ കിട്ടാൻ ഇത് വലിയൊരു കാരണമാകും. നല്ല ഒരു ജോലി കിട്ടണോ, ഇത് കാരണമാകും. അള്ളാഹു നല്ല ജോലിയും നല്ല സ്വാലിഹത്തായ ഇണകളെയും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ കമന്റിലൂടെ പല വിഷയങ്ങൾ പറയാറുണ്ട്, പല വിഷമങ്ങൾ പറയാറുണ്ട്. അവർക്കൊക്കെ അള്ളാഹു അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി കൊടുക്കട്ടെ. വീണ്ടും കാണാം. പ്രത്യേകിച്ച് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ പ്രത്യേകമായി നിങ്ങൾ ഉൾപ്പെടുത്തണം, ദുആ വസിയത്തോടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ജോലിയില്ലാതെ വിവാഹം ആലോചിച്ച് പ്രയാസപ്പെട്ട് ഒരു കൃത്യമായ ജോലി കിട്ടാത്ത, അതേപോലെ തന്നെ വിവാഹം നടക്കാത്ത എത്രയോ ആളുകൾ നമുക്ക് മുമ്പിലുണ്ട്. അവരിലേക്ക് ഇത് എത്തിക്കണം. നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് പക്ഷെ അവർക്ക് വലിയൊരു അറിവ് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ഇത് എത്തിക്കണമെന്നുള്ളത്, ഇത് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ അറിവ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയെങ്കിലും ചെയ്യണം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.